തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം. കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ് ഡ്രൈവർ ഒറ്റശേഖരമംഗലം സ്വദേശി ഡ്രൈവർ അരുൾദാസ് പോലീസ് കസ്റ്റഡിയിൽ. അമിത വേഗതയിൽ പെട്ടെന്ന് വെട്ടിത്തിരിക്കാൻ നോക്കിയതാണ് അപകട കാരണമെന്ന് സിഐയോട് ഡ്രൈവർ മൊഴി നൽകി. വിശദാംശങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഇന്നലെ രാത്രി ഏവരെയും ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ഉണ്ടായത്. അപ്പോൾ അപകടത്തിൽ ഒരു മരണവും ഏതാനും ആളുകൾക്ക് പരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ ഇന്നലെ മാൻ മിസ്സിങ്ങിന് കേസൊക്കെ എടുത്തെങ്കിലും ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ നൽകുവാൻ സാധിക്കുന്ന വിശദാംശങ്ങൾ? ആശുപത്രിയിലുള്ള ആരുടെയും നില ഗുരുതരമാണോ? സിന്ദൂരി, ഇന്നലെ രാത്രി 10:30 ഇത്തരത്തിലൊരു സംഭവം നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് നടക്കുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ വിനോദസഞ്ചാര യാത്രികർ സഞ്ചരിച്ച ബസ്സാണ് ഈ അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ അപകടത്തിൽ 49ഓളം പേർക്ക് 9ഓളം പേർ സഞ്ചരിച്ചൊരു ബസ്സാണ് അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. ഇതിൽ 45ഓളം പേർക്ക് കാര്യമായ രീതിയിൽ തന്നെ പരിക്കേൽക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പരിക്കേറ്റവരൊക്കെ തന്നെയും ആശുപത്രിയിലേക്ക് തക്ക സമയത്ത് എത്തിക്കാൻ കഴിയുന്നൊരു വലിയൊരു ആശ്വാസമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനൊപ്പം തന്നെ നേരത്തെ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ ഒരു മരണം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 60 വയസ്സുകാരി ദാസിനി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ അപകടത്തെ തുടർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനൊപ്പം തന്നെ ഈ 40-ലധികം ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ തന്നെയും ആദ്യഘട്ടത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരുന്നതെങ്കിലും പിന്നീട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ പ്രദേശവാസിയും വാർഡ് കൗൺസിലറുമായ അദ്ദേഹം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ എന്തായിരുന്നു ശരിക്കും സംഭവം? ഇന്നലെ ഇവിടുന്ന് ഒരു 8:30 ആയപ്പോഴാണ് ഇവിടുന്ന് അവർ യാത്ര തിരിച്ചത്. അപ്പോൾ ഒരു രാത്രി ഒരു 10:30 ആയപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്, ഇങ്ങനെ വണ്ടി അപകടത്തിൽപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഫോണിൽ വിളിച്ചപ്പോൾ ഡ്രൈവറെയാണ് ഫോണിൽ വിളിച്ചത്. ഡ്രൈവറെ ഫോൺ വിളിച്ചപ്പോൾ ഡ്രൈവറെ ഫോൺ കിട്ടിയില്ല. പകരം അപ്പോൾ നെടുമങ്ങാട് പോലീസാണ് ഫോൺ എടുത്തിട്ട് പറഞ്ഞത് ആർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ടക്കനെ നമ്മളെല്ലാം അവിടെ നിന്ന് നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നെടുമങ്ങാട് വന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ ഒരു 4 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ദാസിരി എന്ന് പറയുന്ന ആൾ 60 വയസ്സ് മരണപ്പെട്ടു. അതെൻ്റെ വാർഡിലെ ആളാണ് മരണപ്പെട്ടത്. ബാക്കിയുള്ളവർക്കൊന്നും പരിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നിലവിൽ ഇവിടെ വന്ന് പിന്നെ നമ്മുടെ DYFIയുടെ ബഹുമാനപ്പെട്ട MP റഹീം സാറും അതുപോലെ ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ നല്ലൊരു ഇടപെടൽ നമുക്കിവിടെ നല്ലൊരു രീതിയിൽ നമുക്ക് ഫലം ചെയ്യാൻ സാധിച്ചു. അതുപോലെ DYFIയുടെ ഹെൽപ്പ് ഡെസ്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 10 കുട്ടികളെ SIT ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഒരു കുട്ടിക്ക് അല്പം ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. പക്ഷേ നിലവിൽ ആ കുട്ടി ഇപ്പോൾ കുഴപ്പമില്ല, കുട്ടികളെല്ലാം സേഫാണ്. പരിക്കേറ്റ മിക്കവർക്കും നല്ല ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വാഹനം അമിത വേഗതയിലാണ് പോയെന്നാണ് അവിടെയുള്ള ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, 1 വയസ്സുള്ള കുട്ടിയടക്കമുള്ള ആളുകൾ ചികിത്സയിലാണ്. 1 വയസ്സുള്ള കുട്ടികളടക്കം. 1 വയസ്സുള്ള കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടി ഇപ്പം SIT ഹോസ്പിറ്റൽ അവിടെ ഉറങ്ങുകയാണ്. മാതാപിതാക്കൾ 1 വയസ്സുള്ള കുട്ടിയുടെ മാതാവും അച്ഛനും വണ്ടിയിലുണ്ടായിരുന്നു. അച്ഛന് കുഴപ്പമില്ല, അമ്മയ്ക്കൊരു ചെറിയ ഫ്രാക്ചർ, നല്ലൊരു പരിക്കുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അതായത് ഇങ്ങോട്ടുള്ള വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിലാരും ഇതുവരെയുള്ള വേറെ പ്രശ്നങ്ങളില്ല, ജീവന് ഭീഷണിയായിട്ടുള്ള ഇതുവരെ ഒന്നും വന്നിട്ടില്ല. നിലവിലതാണ്. എന്തായാലും അമിത വേഗതയാണ് ഈ അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയാൻ സാധിച്ചത്. ഇത്രേ പറയുള്ളൂ. ഈ ഡോക്ടർമാർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആരോഗ്യകാലത്തിൽ മിക്കവർക്കും കൈ പൊട്ടലുണ്ട്, കഴുത്തിന് ഇതുണ്ട്, ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയുടെ കാലിന് നെരിച്ചിലുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, നട്ടലിന് പ്രശ്നങ്ങളുണ്ട്. എല്ലാം നല്ല രീതിയിലുള്ള ഒരു പരിക്കാണ്. വണ്ടി നിയന്ത്രണം വിട്ട് തലകുത്തനെയാണ് മറിഞ്ഞത്. അപ്പോൾ അത്രമാത്രം എത്ര സ്പീഡിലാണ് വാഹനം ഓട്ടിച്ചെന്നും അതിനെക്കുറിച്ച് അറിയില്ല. വാഹനത്തിൻ്റെ ഡ്രൈവറെ നിലവിൽ ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഒരാൾ മാത്രമാണ് ആശുപത്രി വിട്ട് പോയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ചികിത്സയിലാണ്. അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
നിലവിലെ പരിക്കേറ്റവരൊക്കെ നിങ്ങളെ വാർഡിൽ എൻ്റെ വാർഡിലുള്ളതുണ്ട്, തൊട്ടടുത്തുള്ള വാർഡിലുണ്ട്. പഞ്ചായത്തിൻ്റെ അരിയങ്കോട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ സ്ഥലത്തുണ്ട്. വേറെ ചായ്ക്കോട്ടുകോണം എന്ന് പറഞ്ഞ സ്ഥലമൊന്നും അവിടെ പെരണ്ടോള പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കുറച്ച് ഏരിയയിൽ, അതായത് എല്ലാ വർഷവും ഒരു ടൂർ പോകുന്നതാണ്. വളരെ സന്തോഷത്തോടെ ടൂർ പോകും. എന്നെയും ഈ ടൂറിന് വിളിച്ചതാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. വലിയൊരു ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു. ഒരാളുടെ മരണം വളരെ വിഷമമുണ്ട്. കാരണം എൻ്റെ വാർഡിലെ ഒരാളും കൂടിയാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു മാമിയാണ് മരണപ്പെട്ടത്. ആ മാമിയുടെ മരണത്തിൽ വാർഡിൻ്റെ പേരിലുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കുറച്ചുകൂടി സ്ട്രിക്റ്റായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പം നന്ദി. എന്തായാലും സിന്ദൂരി അതുതന്നെയാണ്, ഈ വാഹനത്തിൻ്റെ അമിത വേഗതയാണ് ഇത്തരത്തിലുള്ളൊരു അപകടത്തിന് കാരണമെന്നതാണ് ഈ ദൃക്സാക്ഷികളടക്കമുള്ള ആളുകൾ, DYSP അടക്കമുള്ള ആളുകൾ പറയുന്നത്. ആംബുലൻസിന് വഴി കൊടുക്കുന്ന സമയത്താണ്, എതിരെ വന്ന ആംബുലൻസിന് വഴി കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചതെന്നാണ് DYSP നമ്മളോട് പ്രതികരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വാഹനം അമിത വേഗതയിലായിരുന്നു. വാഹനം ഈ അമിത വേഗതയിലായി തന്നെ ഈ സൈഡ് കൊടുക്കുന്ന സമയത്ത് സ്കിഡായി വാഹനം ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ബസ്സിൻ്റെ ഡ്രൈവറിനെ കാണാതെ ആകുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 4:30 പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അരുൾദാസ് എന്നാണ് ഇയാളുടെ പേര്. ഇവരെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇയാളെ കാണാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് മാൻ മിസ്സിങ്ങിനെ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു മാൻ മിസ്സിങ്ങിനെ കേസെടുത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ 4:30 ഡ്രൈവറെ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ബസ് ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും ഈ ബസ് ഡ്രൈവറെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ മരണപ്പെട്ട ദാസിനി എന്ന് പറയുന്ന ഈ 60 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടിയിലടക്കം ഇന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 40-ലധികം പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ 10 കുട്ടികളുണ്ട്. ഇവരിൽ 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ SIT ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. നെടുമങ്ങാട് ആശുപത്രിയിലാണ് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവരൊക്കെ തന്നെയും എത്തിച്ചതെങ്കിലും പിന്നീട് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ഏറെ ആശ്വാസകരം എന്നത് ഇവരിൽ ആർക്കും തന്നെ സാരമായ പരിക്കുകളില്ല എന്നത് തന്നെയാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഒടിവും ചതവും ഒക്കെയുള്ള ആളുകളുണ്ട്, പക്ഷേ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ വിഷയങ്ങളില്ല എന്നത് തന്നെയാണ് ഇതിലെ ആശ്വാസകരമായ കാര്യം. സിന്ദൂരി. അതെ സുലേഖ, ഇതിനകത്ത് ഇന്നലെ ഈ ഒരു ഡ്രൈവറെ കാണാതായ അല്ലെങ്കിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു എന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഡ്രൈവർ മദ്യപിച്ചിരുന്നതാവാം അപകട കാരണം എന്ന രീതിയിലുള്ള നിരീക്ഷണം വന്നിരുന്നു. ഇപ്പോൾ ഈ രാവിലെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ടോ? സിന്ദൂരി, ഈ ഒരു കാര്യത്തിലടക്കം നമുക്ക് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ പോലീസിൻ്റെ പരിശോധനയടക്കം നടക്കേണ്ട സാഹചര്യവുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നെങ്കിലും അതിൽ ഒരു സ്ഥിരീകരണം നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് പരിശോധനയിലൂടെ മാത്രമാണ് ഇത്തരത്തിൽ മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരുത്താനാവുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മൂന്നാറിലേക്ക് പോകുന്ന ഒരു 3 ദിവസത്തെ യാത്രയ്ക്ക്, വിനോദസഞ്ചാര യാത്രയ്ക്ക് പോകുന്ന ഒരു സംഘത്തിൽ സഞ്ചരിച്ച ബസ്സാണ് ഇന്നലെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ കമ്പം തേനി വഴി മൂന്നാറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലൊരു യാത്രയാണ് ഇവർ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ആ സന്തോഷകരമായ യാത്ര ഇത്തരത്തിലൊരു ദുഃഖത്തിലേക്കാണ് അവസാനിച്ചിരുന്നത്. സിന്ദൂരി. ശരി, വ്യക്തമാണ് സുലേഖ. ബസ് ഡ്രൈവർ ഒറ്റശേഖരമംഗലം സ്വദേശി ഡ്രൈവർ അരുൾദാസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അമിത വേഗതയിൽ പെട്ടെന്ന് വെട്ടിത്തിരിക്കാൻ നോക്കിയതാണ് അപകട കാരണമെന്നാണ് അരുൾദാസ് CIക്ക് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ചികിത്സയിൽ തുടരുന്ന ആരുടെയും നില ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയും കൂടി രാവിലെ പങ്കുവയ്ക്കുവാൻ സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.